ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3 ചെറിയ ടോപ്പിക്കുകളാണ്. എംപ്ലോയ്മെൻറ്റ്, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. എംപ്ലോയ്മെൻറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ? തൊഴിൽ. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ സമയവും അധ്വാനവും അറിവും മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അതിന് പകരം നമ്മൾ ക്യാഷ് വാങ്ങുന്നതിനെയാണ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കതിനൊരു എക്സാമ്പിൾ നോക്കാം. ഒരാൾ ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യുകയാണ്. ആ കടയുടെ ഓണർ പറയുകയാണ് ഡെയിലി മോർണിംഗ് 9 മണിക്ക് എത്തണം, ഈവനിങ് 6 മണി വരെയാണ് ജോബ് ചെയ്യേണ്ട ടൈം, നിങ്ങൾക്ക് മന്ത്ലി 15,000 രൂപ സാലറി കിട്ടും. ഇവിടെ ഓണറും സ്റ്റാഫും തമ്മിലുള്ള ഒരു കരാറില്ലേ, ഒരു ബന്ധം, അതിനെയാണ് എംപ്ലോയ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്? അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇത്രയേ ഉള്ളൂ, ജോലിയുണ്ട്, പക്ഷേ അവരുടെ കഴിവിനോ സമയത്തിനോ അനുസരിച്ചുള്ളതല്ല. ചിലപ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോബ് ആയിരിക്കത്തില്ല, ചിലപ്പം ട്രാവലിംഗ് ഇഷ്യൂസ്, അങ്ങനെ എന്തെങ്കിലും ഇതുള്ളതിനെയാണ് അണ്ടർ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. എന്താണ് അൺഎംപ്ലോയ്മെൻറ്റ്? തൊഴിലില്ലായ്മ, മീനിങ് തൊഴിലില്ലായ്മയാണ്. ഒരാൾക്ക് ജോലി ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്, യോഗ്യതയുണ്ട്, ആരോഗ്യമുണ്ട്, പക്ഷേ അവർക്ക് മാർക്കറ്റിൽ അയാൾക്ക് എന്താണ് ജോലി കിട്ടാതെ വരുന്ന അവസ്ഥയാണ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ജോലി ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാതെ വീട്ടിൽ ഇരിക്കുന്നവരെയോ കുട്ടികളെയോ നമ്മളിതിൽ ഉൾപ്പെടുത്തില്ല കേട്ടോ. അല്ലാത്തവരെയാണ് ഈ അൺഎംപ്ലോയ്മെൻറ്റിൽ ഉൾപ്പെടുത്തുന്നത്. നമുക്കിനി അതിൽ കുറച്ച് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കുറച്ച് ഇത് നോക്കാം, ടൈപ്സ് നോക്കാം. അതിൽ ഞാൻ ഇതിൽ 2-3 മാത്രമേ കൊടുത്തിട്ടുള്ളൂ, കുറച്ച് അധികം ഉണ്ട്, നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് എഴുതിയെടുക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്. ഇതെന്ന് പറയുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ടും ജോബ് കിട്ടാത്ത അവസ്ഥേനെയാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് എന്തുകൊണ്ടായിരിക്കും ജോബ് കിട്ടാത്തത്? നമ്മൾ ഒരുപാടടുത്ത് ബയോഡേറ്റയൊക്കെ കൊടുക്കുന്നുണ്ടാകും, പക്ഷെ നമുക്ക് ജോബ് കിട്ടുന്നില്ല. സ്കിൽസ് മിസ്മാച്ച് ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളെക്കാളും കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർ വരുന്നുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഡിഗ്രി ഉള്ളവർ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ PG ഉള്ളവരോ PhD ഉള്ളവരൊക്കെ വരുന്നുണ്ടായിരിക്കും അല്ലേ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ഉള്ളവരെ എടുക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെ കൊണ്ടായിരിക്കും ജോബ് കിട്ടാത്തത്. അതാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. ഇനി സീസണൽ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്. അതെന്താണ് സീസണൽ അൺഎംപ്ലോയ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സീസൺ മാറുമ്പോൾ ജോബ് ഇല്ലാതാകുന്ന അവസ്ഥ. ഫോർ എക്സാമ്പിൾ കല്യാണ സീസൺ വരുമ്പോഴത്തേക്കും ഇവൻറ്റ് മാനേജ്മെൻറ്റുകാർക്ക്, ഡെക്കറേഷൻകാർക്കൊക്കെ ജോബ് കാണും അല്ലേ, അല്ലാത്ത സീസണിൽ ജോബ് അവർക്ക് കുറവായിരിക്കും. ഓണം സമയത്ത് ഫ്ലവേഴ്സിനൊക്കെ ഭയങ്കര ഡിമാൻഡായിരിക്കും. അതേപോലെ ജൂൺ സമയത്തൊക്കെ മഴ കാരണം അംബ്രല്ലാസിന് ഭയങ്കര ഡിമാൻഡായിരിക്കും. ഇതാണ് സീസണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്. അടുത്തത് ഡിസ്ക്യൂഷ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. പുറമേ ജോലിയുണ്ടെന്ന് തോന്നും, പക്ഷെ കാര്യമായ ഗുണമൊന്നും ഇല്ല. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ കൃഷിയിടങ്ങളിൽ 2 പേർക്ക് ചെയ്യേണ്ട ജോലിയെ കാണത്തുള്ളൂ, പക്ഷേ അവിടെ ജോലിയില്ലാതെ നിൽക്കുന്ന, ആ നാട്ടിലെ ജോലിയില്ലാതെ നിൽക്കുന്ന ഒരു 2-3 പേര് കൂടെ ആ ജോലി ചെയ്യുന്നു. ടോട്ടൽ 5 പേര് ചെയ്യുവാണ്. പക്ഷേ നെല്ലിൻ്റെ വിളവെടുത്തപ്പം നെല്ലിന് വലിയ പുരോഗതിയൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അത്ര തന്നെയാണ് ഈ തവണ ഉള്ളത്. പക്ഷേ 2 പേര് ചെയ്യേണ്ട ജോലി 5 പേര് ചെയ്യുന്നു. അതിനെയാണ് ഡിസ്ക്യൂഷ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. എന്താണ് ഫ്രിക്ഷണൽ? ഒരു ജോലി വിട്ട് വേറെ ജോലി അന്വേഷിക്കുന്ന ടൈമിനെയാണ് ഫ്രിക്ഷണൽ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം നമ്മളൊരിടത്ത് ജോലി ചെയ്യുകയാണ്. എന്തുകൊണ്ടായിരിക്കും ആ ജോലി വിടുന്നത്? നമ്മളുടെ എഡ്യൂക്കേഷനിൽ ക്വാളിഫിക്കേഷന് പറ്റുന്നതായിരിക്കത്തില്ല, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല, ചിലപ്പോൾ സാലറി ഓക്കെ ആവത്തില്ല. അതുകൊണ്ട് നമ്മൾ ആ ജോലി വിട്ടിട്ട് പുതിയ ജോലി അന്വേഷിക്കുകയാണ്. ആ ഗ്യാപ്പില്ല, അതിനാണ് ഫ്രിക്ഷണൽ എന്ന് പറയുന്നത്. ലാസ്റ്റ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്. എന്താണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്? ഒരു ഇക്കോണമിയിൽ റിസഷൻ എന്തെങ്കിലും വരുമ്പം ജോലി ഇല്ലാതാവുന്ന അവസ്ഥേനെയാണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഈ കോവിഡ് ടൈം ആയപ്പോഴത്തേക്കും ഒരുപാട് പേർക്ക് ജോലി ഇല്ലാത്ത അവസ്ഥയൊക്കെ വന്നില്ലേ, ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിൽ ഇരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായില്ലേ. ഇതൊക്കെ സൈക്ലിക്കലിൽ ഉൾപ്പെടുത്താം. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ്. എന്താണ് ഫുൾ എംപ്ലോയ്മെൻറ്റ്? എന്താണ് എംപ്ലോയ്മെൻറ്റ്? എംപ്ലോയ്മെൻറ്റ് മീൻസ് തൊഴിലല്ലേ. ഫുൾ എംപ്ലോയ്മെൻറ്റ് മീൻസ് പൂർണ്ണ തൊഴിൽ. ഇത് പൂർണ്ണ തൊഴിൽ ഫുൾ എംപ്ലോയ്മെൻ്റ് ആണെങ്കിലും എല്ലാവർക്കും 100% ജോബുള്ള അവസ്ഥയല്ല ഇത് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, 100% ജോബിനെയാണ് ഫുൾ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അല്ല കേട്ടോ. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിലവിലുള്ള സാലറിക്ക് ജോബ് ചെയ്യാൻ ആഗ്രഹമുള്ളവരെയും ആരോഗ്യമുള്ള എല്ലാവർക്കും ജോബ് കിട്ടുന്ന അവസ്ഥയാണെന്ന് വെച്ചാൽ കുറഞ്ഞ സാലറിയിലും ജോബ് ചെയ്യാൻ വില്ലിങ് ആണ്. അതിനെയാണ് ഫുൾ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ഈ ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുന്നവർ, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻ്റ് ഒക്കെ നമ്മൾ നോക്കിയില്ലേ, ഇതൊന്നും ഈ ഫുൾ എംപ്ലോയ്മെൻറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല.
ഇപ്പോൾ ഇപ്പം എന്താ ഒരു ജോലി നിർത്തിയിട്ട് വേറൊരു ജോലി അന്വേഷിക്കുകയാണ്, ആ ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പ് നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ സ്ട്രക്ചറൽ, നമ്മൾ പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ നമുക്ക് ജോബ് കിട്ടണമെന്നില്ല അല്ലേ, ഈ ഗ്യാപ്പൊന്നും ഇല്ലാതാക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ എന്താണ് ഈ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്? സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇക്കോണമിയിൽ റിസഷൻ വരുമെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ റിസഷനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് ഒട്ടുമില്ലാത്ത അവസ്ഥയെയാണ് നമ്മൾ ഫുൾ എംപ്ലോയ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്.